ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് മലയാളി താരം സഞ്ജു സാംസനെ പരിഗണിക്കാതിരുന്നതിനെതിരെ ഇതിനോടകം തന്നെ പല ഇന്ത്യൻ മുൻ താരങ്ങളും ചീഫ് സെലക്ടർമാരും ഉൾപ്പെടെ രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഋഷഭ് പന്ത് പരിക്കേറ്റ് പുറത്തായതിനാൽ തന്നെ KL രാഹുലിന്റെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസനെ പരിഗണിക്കണമെന്നായിരുന്നു നിലവിലുള്ള വിലയിരുത്തൽ. ലഭിച്ചിട്ടുള്ള അവസരങ്ങളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ തന്നെയാണ് സഞ്ജു ഏകദിനങ്ങളിൽ കളിച്ചിട്ടുള്ളത്. അതും കൂടാതെ സമീപകാലത്തെ T20 മത്സരങ്ങളിലെ പ്രകടനങ്ങളെടുത്ത് വിലയിരുത്തിയാലും ഒരു പക്വതയാർന്ന ബാറ്ററുടെ എല്ലാ ലക്ഷണങ്ങളും സഞ്ജു സാംസൺ കാണിച്ചിരുന്നു. എന്നാൽ സഞ്ജുവിന് പകരം ധ്രുവ് ജുറലിനെയാണ് സെലക്ടർമാർ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തിയത്. 2023 ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവസാനം കളിച്ച ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജുവിനെ വീണ്ടും പരിഗണിക്കാതിരുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഉയരുന്നത്. സഞ്ജുവിനോട് വീണ്ടും സെലക്ടർമാർ നീതികേട് കാട്ടിയിരിക്കുന്നു എന്ന കാര്യം ഏറെക്കുറെ 100% വ്യക്തമായിരിക്കുകയാണ്. സഞ്ജു ഏകദിന ടീമിൽ സ്ഥാനം അർഹിച്ചിരുന്നു. ഓരോ തവണയും സെലക്ഷൻ നിഷേധിക്കുമ്പോഴും ഓരോരോ കാരണങ്ങൾ പറഞ്ഞാണ് BCCI ഒഴിഞ്ഞു മാറുന്നത്. ചിലപ്പോൾ ഓപ്പണിംഗ് റോളിലേക്ക് പരിഗണിക്കും, ചിലപ്പോൾ 5ാം നമ്പറിലേക്ക് പരിഗണിക്കും, ചിലപ്പോൾ ബാറ്റിംഗിന് ഇറക്കാതെ 7ാമനോ 8ാമനോ ആയി പരിഗണിക്കും. ഒരാഴ്ച മുൻപ് സഞ്ജുവിനെ മധ്യനിരയിൽ 5ാം നമ്പറിലേക്കാണ് പരിഗണിക്കുന്നതെന്നാണ് സെലക്ടർമാർ പറഞ്ഞിരുന്നത്. ഇന്ന് അതേ സെലക്ടർമാർ തന്നെ സഞ്ജുവിനെ മധ്യനിരയിലേക്കല്ല ഓപ്പണിംഗിലേക്കായിരുന്നു പരിഗണിക്കുന്നത് എന്നും നിലവിൽ ടോപ്പ് ഓർഡറിൽ താരങ്ങൾ ഉള്ളതുകൊണ്ടാണ് സഞ്ജുവിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതെന്നുള്ള മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഒഴിവാകുകയാണ്. ബാറ്റിംഗ് ഓർഡർ കാരണമാണ് സഞ്ജുവിനെ ഏകദിന ടീമിലേക്ക് പരിഗണിക്കാത്തത് എന്നായിരുന്നു ചീഫ് സെലക്ടർ അജിത് തഗാൽക്കർ ഇന്നലെ പറഞ്ഞിരുന്നത്. സഞ്ജു ടോപ്പ് ഓർഡർ ബാറ്ററാണെന്നും ടോപ്പ് ഓർഡറിൽ ഇടമില്ലാത്തതിനാലാണ് സഞ്ജുവിനെ പരിഗണിക്കാതിരുന്നത് എന്നുള്ള ഒറ്റ വാക്കിൽ അജിത് തഗാൽക്കർ സഞ്ജുവിന്റെ കംപ്ലീറ്റ് ടോപ്പിക്ക് അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. തീർച്ചയായിട്ടും BCCI ഡർട്ടി പൊളിറ്റിക്സിന്റെ ഭാഗമായി തന്നെയാണ് സഞ്ജുവിനെ ഒഴിവാക്കിയത് എന്നുള്ള കാര്യം ഇപ്പോൾ 100% ക്ലിയർ ആയിരിക്കുക തന്നെയാണ്. കോച്ച് ഗൗതം ഗംഭീറിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് മാത്രമായി ഒരിക്കലും കംപ്ലീറ്റ് ടീമിന്റെ തീരുമാനമെടുക്കാനായി സാധിക്കില്ല എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. സഞ്ജു ദേശീയ ടീമിലേക്ക് എത്തിയ നാൾ മുതൽ തന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരു രീതി തന്നെയാണ് ഇപ്പോഴും BCCI തുടരുന്നത്. പ്രത്യേകിച്ച് ചീഫ് സെലക്ടർ അജിത് തഗാൽക്കറുടെ ഒരു ഫേവേഴ്സവും സഞ്ജുവിനെ ഒഴിവാക്കുന്നതിൽ നിർണായകമായി തന്നെ മാറുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.